രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ഭാരതത്തിലെ ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും വിവാഹകർമ്മം നടക്കുന്നത് ഈ പ്രകാരത്തിൽ തന്നെയാണ്. അതിന്റെ പിന്നിലുള്ളതായ സങ്കല്പവും അതിന്റെ പിന്നിലുള്ളതായ വികാരവും അതിന്റെ ഉള്ളിലുള്ളതായ അച്ചടക്കവും അതിന്റെ ക്രമീകരണങ്ങളും ക്രമവുമെല്ലാം ഇത് തന്നെയാണ്. ഇന്നും നമ്മൾ ഇവിടെ കേരളത്തിലും ഈ പ്രകാരത്തിലാണ് വിവാഹകർമ്മങ്ങളെല്ലാം ചെയ്യുക. അവിടെ വേദിയൊരുക്കും, വേദിയെ ഭംഗിയായി അലങ്കരിക്കും, ആ വേദിയിൽ അഗ്നി ജ്വലിപ്പിക്കും. ബന്ധുക്കളെല്ലാം വന്നിരുന്ന് അഗ്നി ജ്വലിപ്പിക്കും വേദിയിൽ. ആ അഗ്നിയെ യഥായോഗ്യം പൂജ ചെയ്യും. കതിർമണ്ഡപത്തിൽ നാം നിലവിളക്ക് കൊളുത്തിയിട്ട് അതില് പൂജാദികൾ ചെയ്യും. എന്ന് മാത്രമല്ല, ഹോമം ചെയ്യും. ആ കതിർമണ്ഡപത്തിന് വെളിയിലായിട്ട് ഹോമമണ്ഡപം ഉണ്ടാക്കിയിട്ട് അതില് ഹോമം ചെയ്യും. വിപുലമായിട്ട് ഹോമാദികളൊക്കെ ചെയ്യുന്ന സമ്പ്രദായം ഇന്നും വ്യാപകമാണ്. ആ ഹോമകുണ്ഡത്തില് ജ്വലിക്കുന്ന അഗ്നി അത് തന്നെയാണ് ഈ നിലവിളക്കിലെ അഗ്നി. ആ നിലവിളക്ക് പ്രപഞ്ചത്തിന്റെ സമ്പൂർണ്ണ ചിത്രമാണ്, സമ്പൂർണ്ണ പ്രതീകമാണ്. വിരാട് രൂപന്റെ സമ്പൂർണ്ണ പ്രതീകമാണ് നിലവിളക്ക്. ഭഗവാന്റെ വിശ്വരൂപ ദർശനം നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. ആ വിശ്വരൂപമാണ് നിലവിളക്കായിട്ട് മുന്നിൽ നിൽക്കുന്നത്. ഭൂമധ്യത്തില് പ്രകാശം, ജ്ഞാന ആനന്ദ പ്രകാശം നിറയുന്നു. അതാണ് അതിൽ ജ്വലിപ്പിക്കുന്നതായ അഗ്നി. അങ്ങനെ ഹോമാഗ്നി നിലവിളക്കിൽ ജ്വലിപ്പിച്ച് ആ നിലവിളക്കിൽ പുഷ്പാർച്ചന ചെയ്ത് പൂജിച്ച് ആ വേദിയെ പ്രദക്ഷിണം ചെയ്ത് അതിനുള്ളിലേക്ക് ആണ് വരനും വധുവുമെല്ലാം പ്രവേശിച്ചിട്ട് വിവാഹകർമ്മത്തിലെ അടുത്ത ചടങ്ങുകൾ നടത്തുക. അങ്ങനെ അഗ്നി ജ്വലിപ്പിച്ചിട്ട് യഥാവിധി ഹോമമെല്ലാം ചെയ്തു. ഹോമമെല്ലാം പൂർണ്ണമായി കഴിഞ്ഞപ്പോഴേക്കും ജുഹാവഗ്നോ മഹാതേജ വസിഷ്ഠോ മുനിപുങ്കവ, ആ അഗ്നിയില് മഹാതേജസ്വിയായിരിക്കുന്ന മുനിശ്രേഷ്ഠനായിരിക്കുന്ന വസിഷ്ഠൻ ഹവിസ്സിനെ വിധിപ്രകാരമായിട്ട് അർച്ചിച്ച് ഹോമം ചെയ്തു. ഹോമം പൂർണ്ണമായി കഴിഞ്ഞപ്പോഴേക്കും ശ്രീരാമചന്ദ്രൻ ആ വേദിയുടെ സമീപത്ത് വിധിപ്രകാരം വന്നു നിന്നു. അപ്പോൾ അടുത്തത് വധുവിനെ കൊണ്ടുവരുന്ന ചടങ്ങാണ്. ജനക മഹാരാജാവാണ് രക്ഷിതാവ്, പിതാവ്. അദ്ദേഹം തന്റെ പുത്രിയായിരിക്കുന്ന സീതയെ അങ്ങോട്ട് കൊണ്ടുവരും. തതസീതാം സമാനീയ സർവാഭരണഭൂഷിതാം, എല്ലാ ആഭരണങ്ങളും അണിഞ്ഞ് മനോഹരിയായിരിക്കുന്ന സീതയെ, സുതവേ മനോഹരി, അതിന്റെ കൂടെ ഈ ആഭരണങ്ങളുടെ മനോഹാരിതയും. ആഭരണങ്ങൾ സീതയെ അലങ്കരിക്കുന്നുവോ, സീത ആഭരണങ്ങളെ അലങ്കരിക്കുന്നുവോ എന്നുള്ളത് ആർക്കും സംശയം വരാം. അത്ര കണ്ട് അലങ്കാരത്തിന്റെ സൗന്ദര്യത്തിന്റെ ഒരു മഹാപ്രവാഹമാണത്. സീതാദേവി മഹാലക്ഷ്മി തന്നെയാണ് സീത. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ദിവ്യപദാർത്ഥങ്ങളും മഹാലക്ഷ്മിയുടെ അനുഗ്രഹമാണ്. ആ മഹാലക്ഷ്മിയെ ഇതാ ഇപ്പോ ഈ അവതാരഘട്ടത്തില് മഹാലക്ഷ്മി സീതയായിട്ട് അവതരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അയോനിജയായിട്ടാണ് സീതയുടെ ജന്മം എന്ന് നേരത്തെ പറഞ്ഞു വെച്ചത്. മനുഷ്യ സ്ത്രീയുടെ മകളല്ല, പരമാത്മാവിൽ സ്പന്ദിച്ചുയരുന്ന പരമാത്മശക്തിയാണ്, മഹാലക്ഷ്മിയാണ്. ആ മഹാലക്ഷ്മിയെ, സീതയെ, ഇപ്പൊ തന്റെ പുത്രിയുടെ ഭാവത്തിൽ നിൽക്കുന്ന ആ മഹാലക്ഷ്മിയെ ആ വേദിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. സമക്ഷം അഗ്നേ സംസ്ഥാപ്യ,
ആ അഗ്നിയുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി. എങ്ങനെ? രാഘവ അഭിമുഖയെ തഥാ, ശ്രീരാമചന്ദ്രന് അഭിമുഖമായി സീതാദേവിയെ നിർത്തി. എന്നിട്ട് അബ്രവീത് ജനകോരാജ കൗസല്യാനന്ദവർദ്ധനം, കൗസല്യക്ക് ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നവനായ ശ്രീരാമചന്ദ്രനോട് രാജാവായ ജനകൻ ഈ പ്രകാരത്തിൽ പറഞ്ഞു. എന്താ അദ്ദേഹം പറഞ്ഞ വാക്യം? ഇയം സീത മമസുത സഹധർമ്മചരീതവ. അല്ലയോ രാമ, ഇത് എന്റെ മകൾ സീത. ഈ സീത നിനക്ക് നിന്റെ ജീവിതകാലം മുഴുവനും സഹധർമ്മചാരിണിയായിരിക്കും. ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിലേക്ക് വരുന്നത് ധർമാചരണത്തിന് വേണ്ടിയിട്ടാണ്. അല്ലയോ രാമ, നീ ചെയ്യേണ്ടതായ ധാർമ്മിക കർമ്മങ്ങളിലെല്ലാം നിന്നോടൊപ്പം ആ കർമ്മങ്ങൾക്ക് വേണ്ടുന്നതായ ശക്തി പകർന്നുകൊണ്ടും ആ കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ടും നിന്നോടൊപ്പം ഈ സീത ഉണ്ടായിരിക്കും. പ്രതീക്ഷ ചെയ്യണം ഭദ്രം തേ പാണിയും ഗൃണീഷ്വപാണിന. നീ ഈ സീതയെ നിന്റെ സഹധർമ്മിണിയായിട്ട് സ്വീകരിച്ചുകൊള്ളുക. നിന്റെ കരം കൊണ്ട് സീതയുടെ കരത്തെ നീ ഗ്രഹിക്കുക. വിവാഹത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് പാണിഗ്രഹണം. അങ്ങനെ നിന്റെ പാണി കൊണ്ട് സീതയുടെ പാണിയെ കരത്തെ ഗ്രഹിക്കുക. ഈ സീത പതിവ്രത മഹാഭാഗ ഛായേവ അനുഗതാസത. ഇവൾ പതിവ്രതയായിരിക്കും. ജനകന്റെ മകളാണ്, പതിവ്രത തന്നെയായിരിക്കും, യാതൊരു സംശയവും വേണ്ട. അഗ്നിയേക്കാളും വിശുദ്ധി സീതയ്ക്കുണ്ട്. അങ്ങനെ ഇവൾ പതിവ്രതയാണ്, ഇവൾ മഹാഭാഗയാണ്. എല്ലാ ഐശ്വര്യത്തിന്റെയും നിറകുടമാണ് സീത. എല്ലാ സൗഭാഗ്യങ്ങളുടെയും ഇരിപ്പിടമാണ് സീത. ഇവൾ നിഴൽ എങ്ങനെയാണോ ഒരു വസ്തുവിനെ അനുഗമിക്കുക, നിഴൽ എങ്ങനെയാണോ ഓരോ വ്യക്തിയെയും അനുഗമിക്കുക, അതേ പ്രകാരത്തിൽ അല്ലയോ രാമ, നീ എവിടെ പോയാലും നിഴലുപോലെ സദാ എല്ലായ്പ്പോഴും നിന്നോടൊപ്പം നിന്നെ പിന്തുടർന്നുകൊണ്ട് സീത ഉണ്ടാകും എന്നറിഞ്ഞുകൊള്ളുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത്യുക്ത്വ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രാക്ഷിപത് രാജ മന്ത്രഭൂതം ജലം ദദാ. മന്ത്ര ജപം കൊണ്ട് പവിത്രമായിരിക്കുന്ന കലശജലത്തെ എടുത്ത് അവരുടെ രണ്ടുപേരുടെയും പുറത്ത് ജനക മഹാരാജാവ് തളിച്ചു. ഇത് അവിടെ കൂടിയിരിക്കുന്ന മഹാജനങ്ങൾ എല്ലാവരും നിർനിമേഷരായി നോക്കിക്കാണുകയാണ്, ആനന്ദത്തോടുകൂടി നോക്കിക്കാണുകയാണ്. എല്ലാവരും സ്വയം മറന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ആ വിവാഹ മംഗളത്തില് ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ അവസരത്തില് ദേവന്മാര് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. ഈ ലോകത്തിൽ മഹാകർമ്മങ്ങൾ എവിടെ നടന്നു കഴിഞ്ഞാലും അത് കാണുന്നതിന് വേണ്ടിയിട്ട് അന്തരീക്ഷത്തിലെ സൂക്ഷ്മ ശരീരികളായിരിക്കുന്ന ദേവന്മാർ നിറഞ്ഞു നിൽക്കും. അതേപോലെ തന്നെ ബ്രഹ്മർഷിമാർ നിറഞ്ഞു നിൽക്കും. ഭൂമിയില് സശരീരരായിട്ടുള്ള ഋഷിമാർ നമ്മുടെ കൂടെയുണ്ട്. അന്തരീക്ഷത്തില് ബ്രഹ്മർഷിമാര് സൂക്ഷ്മ ശരീരികളായിട്ട് നിറഞ്ഞു നിൽക്കും. എല്ലാ നല്ല കർമ്മങ്ങൾക്കും വേണ്ടുന്നതായ ശക്തിയും ജ്ഞാനവും കരുത്തും സൗകര്യങ്ങളും ആ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ദേവന്മാരും ബ്രഹ്മർഷിമാരും നമുക്ക് അവരുടെ അനുഗ്രഹങ്ങളിലൂടെ പകരും. അതുകൊണ്ടാണ് മഹാകർമ്മങ്ങളെല്ലാം വിജയിക്കുന്നത്. മഹാകർമ്മങ്ങളുടെ ശ്രേയസ്സിന് ആസ്പദവും അതാണ്. മഹാകർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ഭാഗ്യത്തിന്റെ നിദാനവും അതാണ്. അങ്ങനെ ദേവന്മാർ അന്തരീക്ഷത്തിൽ നിൽപ്പുണ്ട്. അവരിത് കണ്ടിട്ട് സാധു സാധ്വതി ദേവാനാം ഋഷീണം വദതാം തഥ. അപ്പോൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ദേവന്മാരെല്ലാവരും മംഗളശബ്ദം മുഴക്കി സാധു സാധു എന്ന്. എല്ലാം മംഗളകരമാണ്, മംഗളകരമാണ്, ശ്രേയസ്കരമാണ്, സൗഭാഗ്യകരമാണ് എന്നിങ്ങനെ ദേവന്മാര് അനുഗ്രഹവചസ്സുകൾ ചൊരിഞ്ഞു. അതേപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ബ്രഹ്മർഷിമാര് അനുഗ്രഹ വചസ്സുകൾ ചൊരിഞ്ഞു. എല്ലാവരും അഭിനന്ദിച്ചു. ഈ ദേവന്മാരും ഋഷിമാരും മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും വിവാഹം അന്ന് പാലാഴി മഥനം നടക്കുന്ന അവസരത്തില്
പാലാഴിയുടെ തീരത്ത് വെച്ച് കണ്ടതാണ്. ആ മഹാവിഷ്ണുവാണ് ഇവിടെ രാമനായിട്ട് ത്രേതായുഗത്തിൽ അവതരിച്ചിരിക്കുന്നത്. ദേവന്മാർ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളത് ഈ രാമായണത്തിന്റെ തുടക്കത്തിലേ കണ്ടു. ആ മഹാലക്ഷ്മി തന്നെയാണ് സീതയായിട്ട് ജനകപുരിയില് ജനകന് പുത്രിയായിട്ട് അവതരിച്ചിരിക്കുന്നത്. വീണ്ടും ആ ലക്ഷ്മി കല്യാണം സീതാ കല്യാണമായിട്ട് കണ്ട് ദേവന്മാരും ഋഷിമാരും എല്ലാവരും സന്തോഷിച്ചു. കാലങ്ങളുടെ അകലമില്ല ഇവിടെ. അതങ്ങ് കൃതയുഗത്തിൽ നടന്നത്. ഇത് ത്രേതായുഗത്തിലും കൃതവും ത്രേതായും ഇവിടെ രണ്ടല്ലാതായി മാറുന്നു. ഭഗവത് സങ്കല്പം എവിടെ കടന്നു വരുന്നുവോ അവിടെ കൃതം നിറഞ്ഞു നിൽക്കുന്നു. കൃതയുഗം സത്യയുഗം നിറഞ്ഞു നിൽക്കുന്നു. ഈ മിഥിലാപുരി പാലാഴിയുടെ തീരമായി മാറുന്നു. അതേപോലെ തന്നെ മഹാലക്ഷ്മി ആ സീതയായിട്ട് എല്ലാവർക്കും കാണപ്പെടുന്നു. അങ്ങനെ ആ ലക്ഷ്മി കല്യാണം സീതാ കല്യാണമായി കണ്ട് കാലദേശങ്ങളുടെ ഭേദമില്ലാതെ കണ്ട് അവർ ദേവന്മാരും ഋഷിമാരും സന്തോഷിച്ചു. ആ അവസരത്തിൽ ദേവദുന്ദുഭി നിർഘോഷ പുഷ്പവർഷോ മഹാനഭൂത്. ദേവന്മാര് അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് പെരുമ്പറ മുഴക്കി. അതിന്റെ ശബ്ദം എല്ലായിടവും നിറഞ്ഞു എന്ന് മാത്രമല്ല, ദേവന്മാര് പുഷ്പവൃഷ്ടി ചെയ്തു. ഇത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ഇങ്ങനെ ഏവം ദത്വാ സുതാം സീതാം മന്ത്രോദക പുരസ്കൃതാം. ഇങ്ങനെ മഹാരാജാവായ ജനകൻ തന്റെ മകളായിരിക്കുന്ന സീതയെ വിധിപ്രകാരം ഋഷിമാരുടെ അനുഗ്രഹത്തോടുകൂടി ദശരഥ മഹാരാജാവിന്റെ ഗുരുവിന്റെയും തന്റെ ഗുരുവിന്റെയും എല്ലാ ഋഷിമാരുടെയും സകല ബന്ധുജനങ്ങളുടെയും ദശരഥന്റെയും എല്ലാവരുടെയും അനുവാദത്തോടുകൂടി അനുഗ്രഹത്തോടുകൂടി വിധിപ്രകാരം ഇതാ തന്റെ മകളെ രാമന് വിവാഹം കഴിച്ചു കൊടുത്തു.